ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ പേഴ്സൺ യൂസസ് എ വീൽ ആൻഡ് ആക്സിൽ ടു ലിഫ്റ്റ് എ ബക്കറ്റ് ഫ്രം എ വെൽ. ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ വീൽ ഈസ് 15 സെന്റിമീറ്റർ ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ആക്സിൽ ഈസ് 5 സെന്റിമീറ്റർ, വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദിസ് സിറ്റുവേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം വീൽ ആൻഡ് ആക്സിൽ അഥവാ അച്ചും ചക്രവും. അച്ചും ചക്രത്തിൻ്റെ കേസിൽ വീലിൻ്റെ മുകളിൽ നമ്മൾ ഒരു തവണ എന്ത് ചെയ്യാണ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വീൽ ഒരു തവണ കറങ്ങുമ്പോൾ ആക്സിലും ഒരു തവണ തന്നെയാണ് കറങ്ങുക. സോ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എന്താണ്, 6/6 ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, വീലിൻ്റെ റേഡിയസ് ആണ്, ചക്രത്തിൻ്റെ റേഡിയസ് ആണ്. സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാലോ ആക്സിലിൻ്റെ റേഡിയസ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്തിൻ്റെ വ്യാസമാണ് തന്നിട്ടുള്ളത്, ചക്രത്തിൻ്റെ അഥവാ വീലിൻ്റെ വ്യാസമാണ്. സോ അതിൻ്റെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡയമീറ്ററിൻ്റെ പകുതി എടുക്കണം റേഡിയസ്. 15/2 എന്ന് പറഞ്ഞാൽ 25 ആണ് 6 വരിക. അതുപോലെ ആക്സിലിൻ്റെ റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ആർ എത്രയാണ്, 5 സെന്റിമീറ്റർ ആണ്. സോ 5 കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, 5 കിട്ടൂലേ. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5 ആണ്, യൂണിറ്റ് ഇല്ല കേട്ടോ. ഓക്കെ അല്ലേ.